ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള സുന്ദരമായ ഒരു സംസ്ഥാനമായ കേരളത്തിൽ നിന്നാണ് വരുന്നത്. തെങ്ങുകൾക്ക് സമൃദ്ധമായ സംസ്ഥാനത്തിന് പ്രസിദ്ധമായ സ്ഥലം. സംശയിക്കേണ്ട, ഈ കേട്ടത് ന്യൂസിലാൻഡ് സ്കൂളിലെ ദീപാവലി സെലിബ്രേഷൻ്റെ MC ഇൻട്രൊഡക്ഷനാണ്. എന്താ അല്ലേ? കേരളത്തിലെ സ്കൂളുകളിലെല്ലാം ഇംഗ്ലീഷ് ഓൺലി ആക്കുന്ന സമയത്താണ് കേരളത്തിൽ നിന്ന് അങ്ങ് ദൂരെ ന്യൂസിലാൻഡ് സ്കൂളിൽ മലയാളത്തിനും അതുപോലെ ഹിന്ദിക്കുമൊക്കെ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. അവരത് എത്ര ശ്രദ്ധാപൂർവ്വം ബാക്കി പിള്ളേർ അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിൽ കൂടി മലയാളം പറയാനുള്ളൊരവസരം ഉണ്ടാക്കി കൊടുത്ത സ്കൂളുകൾക്കല്ലേ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടതും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും. എന്തായാലും പരിപാടി കളറായിട്ടുണ്ടായിരുന്നു. അപ്പം ഇവയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അവർ 2 ഡാൻസ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിള്ളേരൊക്കെ ആണെങ്കിലും ഈ ദീപാവലി എന്താണെന്നുള്ളതും നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്താണെന്നുള്ളതും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ലാംഗ്വേജ് വെറും ഒരു സംസാര ഭാഷയല്ല, നമ്മുടെ സംസ്കാരമാണെന്നും കൂടിയാണ് അവരെ ഓർപ്പിക്കുന്നത്. കാരണം ഹിന്ദി മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഒത്തിരി ഭാഷകളുണ്ടെന്നും അത് നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ ഐഡിയാസാണ് ബാക്കിയുള്ള ഇവിടെയുള്ള പിള്ളേർക്ക് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. मेरा नाम इनायत है। मैं हरियाणा से हूँ, जो भारत के उत्तर